വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. അമേരിക്കയിൽ ഹിന്ദു ക്ഷേത്രം ആക്രമിച്ചു എന്ന വാർത്ത കൊടുത്തപ്പോൾ തന്നെ നമ്മൾ സംസാരിച്ച ഒരു വിഷയമുണ്ട്. കാരണം ഇതിൽ വലിയൊരു നടപടി ഉണ്ടാകും എന്നുള്ളത്. ഖലിസ്ഥാൻ ഭീകരവാദികളാണ് അവിടെ അത് ആക്രമിച്ചത്. ഖലിസ്ഥാനികൾ അവിടെ മാത്രമല്ല, ലോകത്തിന്റെ പല കോണുകളും ഇന്ത്യയെ തക്കം കിട്ടിയാൽ അപമാനിക്കുകയും ഇന്ത്യൻ പതാക വലിച്ചു കീറുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലേക്ക് ചെന്നപ്പോൾ ജയശങ്കറിനെ അവിടെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അജിത് ഡോവലും തുളസി ഗബ്ബാർഡുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടായിരുന്നു ദില്ലിയിൽ വെച്ച്. ആ കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന പ്രധാനപ്പെട്ട ഒരു ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഖലിസ്ഥാനികളെ ഒതുക്കാനായി ഇന്ത്യയും അമേരിക്കയും കൈകോർക്കുന്നു എന്നുള്ളതാണ്. ഈ കൈകോർക്കലിൽ ഖലിസ്ഥാൻവാദികൾ അടങ്ങുമോ എന്നുള്ളതിന്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരുപാട് നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഒരു ഭാഗത്ത് പാകിസ്ഥാനിലെ അജ്ഞാതന്റെ വലിയ വിളയാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് നോട്ടമിട്ടിരിക്കുന്ന ഭീകരന്മാരെ എല്ലാം അവിടെ വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ഇന്ത്യ ഒരുപാട് നാളായിട്ട് നമ്മുടെ രാജ്യത്തിലേക്ക് വരണം, കാണണം എന്നാഗ്രഹിച്ചിരുന്ന ഒരു പ്രതി, അത് വേറെ ആരുമല്ല, സക്കീർ നായിക്കാണ്. അപ്പൊ സക്കീർ നായിക്കിനെ മലേഷ്യ ഇന്ത്യക്ക് കൈമാറാനായി തയ്യാറെടുക്കുന്നു എന്ന് കേട്ട് സക്കീർ നായിക്ക് പാകിസ്ഥാനിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അജ്ഞാതന്റെ തോക്കിനിരയാവാനാണോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അയാൾ പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇന്ത്യ ഇപ്പോൾ വളരെ വിജിലന്റ് ആയിട്ട് ഇന്ത്യക്ക് നേരെ വരുന്ന ആൾക്കാരെല്ലാം അങ്ങോട്ടേക്ക് കയറി ആക്രമിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം, ഖലിസ്ഥാൻവാദികൾ ഇതിലടങ്ങുമോ? എന്താ തോന്നുന്നു? ഇത് ഈ തുളസി ഗബ്ബാർഡിന്റെ ആ ഒരു ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ നമ്മുടെ റോയുടെ മേധാവിയും ഇന്റലിജൻസ് ബ്യൂറോയുടെ മേധാവിയും അജിത് ഡോവലും ഒപ്പം തന്നെ UK I5 എന്ന് പറഞ്ഞിട്ട് 5 രാജ്യങ്ങളുടെ ഒരു സംഘടനയുണ്ട്. അതിനകത്ത് ഇന്റലിജൻസ് ഓഫീസർമാരുടെ തലവന്മാരുടെ ഒരു യോഗം നടക്കുകയുണ്ട്. ഈ തുളസി ഗബ്ബാർഡിന്റെ യോഗത്തോടൊപ്പം തന്നെയാണ് അത് നടന്നത്. അതിൽ പങ്കെടുത്തത് USA, UK, അതുപോലെ തന്നെ നെതർലൻഡ്, കാനഡ, ഓസ്ട്രേലിയ, ഈ 5 രാജ്യങ്ങളുടെ ഈ ഇന്റലിജൻസ് തലവന്മാരായിട്ടാണ് യോഗം നടന്നത്. ആ യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് ഈ ഖാലിസ്ഥാൻ പ്രവർത്തനമാണ്. അപ്പോ ഖാലിസ്ഥാന്റെ പ്രവർത്തനം കാരണം ഇപ്പോൾ ഈ ലോകരാജ്യങ്ങളെല്ലാം തയ്യാറെടുക്കുന്നത് ഈ ഭീകര പ്രവർത്തനത്തെ തുടച്ചു നീക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഭീകര പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഇന്ത്യ നടത്തിയിരിക്കുന്ന മറ്റൊരു നീക്കമാണ്. ഇന്ത്യ ഈ പന്നുവിനെ വിട്ടുകിട്ടണം. ഗുരുബന്ദർ സിംഗ് പന്നു, സിഖ് ഫോർ ജസ്റ്റിസ് അല്ല SKF എന്ന് പറയുന്ന സംഘടനയുടെ ഗുരുബിന്ദർ പന്നുവിനെ വിട്ടുകിട്ടണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത്. കാരണം ഇന്ത്യ 2020 ഇദ്ദേഹത്തെ കൊടും ഭീകരനായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. 2019 അദ്ദേഹത്തിന്റെ സംഘടന ഈ സിഖ് ഫോർ ജസ്റ്റിസിനെ ഭീകര സംഘടനയായിട്ടും നിരോധിച്ചിരുന്നു നമ്മുടെ രാജ്യത്ത്. അപ്പം അമേരിക്ക ഈ സംഘടനയെ പ്രഖ്യാപിക്കണം, നിരോധ സംഘടനയെ പ്രഖ്യാപിക്കണം എന്നാണ് ഇന്ത്യയുടെ ആവശ്യം. ഒപ്പം തന്നെ പന്നുവിനെ കൈമാറണം എന്നുള്ളതാണ് ഇന്ത്യയുടെ മറ്റൊരു ആവശ്യം. അതിനായിട്ട് ഇന്ത്യ പറയുന്നത് ഈ സംഘടനയ്ക്ക് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുമായി ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം തുളസി ഗബ്ബാർഡ് ഒരു പ്രസ്താവന നടത്തിയതുണ്ടായി. അവർ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും സംസാരിച്ചിരുന്നു, ഭീകര പ്രവർത്തനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നീങ്ങാൻ തീരുമാനിച്ചു. അതിനുള്ള കാരണം ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ വേരുകൾ വന്നു നിൽക്കുന്നത് പാകിസ്ഥാനിലാണ്. ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ആയാലും ആ വരിയാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റ് ഭീകര പ്രവർത്തനമായാലും, മറ്റ് ഭീകര പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും ഇതില്? ഇസ്ലാമിക ഭീകര പ്രവർത്തനമുണ്ട്, ISI ഉൾപ്പെടെയുള്ളവരുണ്ട്. അതുപോലെ ഈ സിഖ് ഫോർ ജസ്റ്റിസ് കണക്കുള്ള ഖാലിസ്ഥാൻ ഭീകര പ്രവർത്തനമുണ്ട്. അതിന്റെയും വേരുകൾ വന്നു നിൽക്കുന്നത് ഇവിടെയാണ്. അതായത് പാകിസ്ഥാൻ ഒരു ആഗോളതലത്തിൽ ടെററിസം കയറ്റി അയക്കുന്ന ഇല്ലെ ഉത്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യ കൊടുത്തിരിക്കുന്ന തെളിവുകളും ഈ ഖാലിസ്ഥാൻ സംഘടനകളെല്ലാം പാകിസ്ഥാന്റെ ISIയുമായി ചേർന്നിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. അപ്പോൾ സ്വാഭാവികമായി തന്നെ ഇതിന്റെ ഒരു വിവരങ്ങൾ കൈമാറലായിരിക്കണം ആ ഇന്റലിജൻസ് യോഗത്തിൽ നടന്നിരിക്കുന്നത്. സാധാരണ ഈ I5 എന്ന് പറയുന്ന ആ രാജ്യങ്ങൾ മാത്രമാണ് അവരുടെ വിവരങ്ങൾ കൈമാറുന്നത്. ഇപ്പോൾ പുതിയ ഒരു കരാർ ഒപ്പിട്ടിരിക്കുന്നു. ഇന്ത്യക്ക് കൂടി അത് നൽകുന്ന രീതിയിൽ, അതായത് ഈ I5നകത്ത് കിട്ടുന്ന വിവരങ്ങളും കൂടെ, അതായത് അവർക്കും അതുകൊണ്ടുള്ള നേട്ടമുണ്ട് ഈ I5നും യൂറോപ്യൻസിനും ഈ പറയുന്ന 5 രാജ്യങ്ങൾക്ക്. കാരണം ഇവിടെ നിന്നുള്ള വിവരങ്ങൾ അവർക്കും കിട്ടും, ഏഷ്യ പസഫിക്കിൽ നിന്നുള്ള വിവരങ്ങൾ അവർക്ക് കിട്ടും, ഏഷ്യയിൽ നിന്നുള്ള വിവരങ്ങൾ അവർക്കും കിട്ടും. അപ്പൊ രണ്ടു കൂട്ടരും വിവരങ്ങൾ കൈമാറുന്ന തരത്തിലേക്ക് മാറുന്നു. ഒപ്പം തന്നെ ഇന്ത്യക്ക് എല്ലാ ദിവസവും ഈ UK നിന്ന് നമുക്ക് ഇത് കിട്ടാറുണ്ട്. ഏതാണ്? ഈ ഇന്റലിജൻസിന്റെ ഒരു ചെറിയ ബ്രീഫിംഗ് കിട്ടാറുണ്ടായിരുന്നു. പക്ഷെ അത് ബൈഡന്റെ ഭരണകാലത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് നിർത്തിവെച്ചിരുന്നു. അത് ട്രംപ് വന്നപ്പോൾ വീണ്ടും അത് പുനരാരംഭിച്ചിട്ടുണ്ട്. അതായത് എല്ലാ ദിവസവും ഈ ഇന്റർനാഷണൽ തലത്തിൽ അത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുള്ളതാണ്. അതിപ്പം അമേരിക്ക അത് ഇന്ത്യയോട് ചെയ്യുന്നത് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളും പരസ്പരം അത് കൈമാറാറുണ്ട്. റഷ്യയും ഒക്കെ കൈമാറാറുള്ളതാണ്.
അത് വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു. ഇതൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഈ അമേരിക്കയെ സംബന്ധിച്ചും ബ്രിട്ടനെ സംബന്ധിച്ചുമൊക്കെ ഈ ഖാലിസ്ഥാൻ ഭീകരർ എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാത്രമല്ല ഒരു ഭീഷണി, ലോകത്തിനെമ്പാടും ഭീഷണിയാണ്. കാരണം ഭീകര പ്രവർത്തനങ്ങൾ എല്ലായിടത്തും ഒരുപോലെയാണ്. ആവശ്യങ്ങൾ പലതാണെങ്കിലും ഭീകരരുടെ ലക്ഷ്യം ആൾക്കാരെ കൊലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ബ്രിട്ടനിൽ അവര് ഒരു ബോംബ് പൊട്ടിച്ചാലും ഇല്ലെങ്കിൽ അവിടെ ആരെങ്കിലും കൊന്നാലും ഇന്ത്യയിൽ കൊന്നാലും ഒക്കെ അതൊരു ലോകത്തിനൊരു ഭീഷണിയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ അവർ ബോംബ് വെച്ചാൽ ഒരുപക്ഷെ ഇവിടെ എത്തുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ അമേരിക്കയുടെ ഒക്കെ പൗരന്മാരും നിരപരാധികളും അതിൽ കൊല്ലപ്പെട്ടു പോയേക്കാം. അത് ഭീകരവാദത്തിന്റെ വേരിറക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് അത് മുൻപോട്ട് നീങ്ങുന്നത്. അതിന് ഏറെക്കുറെ ഒരു ഫലം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒരുപക്ഷെ പന്നുവിനെ അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. സിക് ഫോർ ജസ്റ്റിസിനെ അവര് ഭീകര പട്ടികയിൽപ്പെടുത്തിയാൽ നിരോധിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അവരുടെ രാജ്യത്ത് ആ ഒരു വലിയ വിശ്വാസം ഉണ്ടാക്കാത്ത പോലെ നിരോധിക്കാൻ കഴിയും. അപ്പൊ ഭീകര പട്ടിക ഹമാസിനെയൊക്കെ അവർ ഭീകരവാദ പട്ടികപ്പെടുത്തിയിരിക്കുന്ന സംഘടനകളാണ്. അപ്പൊ ഭീകരവാദ പട്ടികയിൽപ്പെടുത്തുക ആണെങ്കിൽ ഖാലിസ്ഥാനികൾക്കെല്ലാം കൂടെ കൂട്ടത്തോടെ ഒന്നുകിൽ അകത്തു പോകേണ്ടി വരും, അല്ലെങ്കിൽ അവർ നാട് വിട്ട് പുറത്തു പോകേണ്ടി വരും. എന്തു തന്നെയായാലും അവരുടെ നാടുകൾ എണ്ണപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിനിടയിലാണ് സക്കീർ നായിക്കിന്റെ വിഷയം വരുന്നത്. സക്കീർ നായിക്ക് 2016 ഇന്ത്യ വിട്ടത്. അദ്ദേഹം ഈ കള്ളപ്പണ ഇടപാട്, ഭീകരവാദത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുക, അദ്ദേഹത്തിന്റെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന തരത്തിലുള്ള മതപ്രഭാഷണം. കാരണം ഇന്ത്യയിൽ പിടിയിലാകുന്ന തീവ്രവാദികൾ 90% സക്കീർ നായിക്കിന്റെ ഈ യൂട്യൂബിലെ വീഡിയോകൾ കണ്ടിട്ടാണ് ഈ ഭീകരപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയതെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ സ്കൂളുകൾ, അദ്ദേഹം ഈ രാജ്യത്ത് നടത്തിയിരുന്ന സ്കൂളുകളിൽ കൂടെ പഠിപ്പിച്ചിരുന്ന മുഴുവൻ ഈ തീവ്രവാദം ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം പിടുത്തം വീണ് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നിക്കക്കള്ളില്ലാതെ വന്നപ്പോഴാണ് ഇദ്ദേഹം ഇവിടുന്ന് നാട് വിട്ടത്. നാട് വിട്ട് അദ്ദേഹം പലയിടത്തും ചേക്കേറാൻ നോക്കിയെങ്കിലും ഈ ഖത്തർ പോലും ഇദ്ദേഹത്തെ അടുപ്പിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ പറയുമ്പോഴും ഖത്തർ പറഞ്ഞു ഇവിടെ താമസിക്കാനൊന്നും പറ്റത്തില്ല, വല്ലപ്പോഴും വന്നു വെക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ മലേഷ്യയിൽ പോകുന്നത്. മലേഷ്യയിൽ താമസിക്കുന്നു. മലേഷ്യയിലെ ഭരണാധികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുമ്പിരുന്ന ഭരണാധികാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ എർദോഗന്റെ ഒരു അളിയനായിട്ട് വരും. കാരണം ഈ മുസ്ലിം രാജ്യങ്ങളുടെയൊക്കെ തലപ്പത്ത് വരിക എന്നുള്ളതാണ് ഇവരുടെ രണ്ടുപേരുടെ ആഗ്രഹം. എർദോഗന്റെ ആഗ്രഹം ഖലീഫ ആകുക എന്നുള്ളതാണ്. ലോകത്തെ മുസ്ലിങ്ങളുടെയൊക്കെ തലപ്പത്ത് വന്നിരിക്കുക, ആ മുസ്ലിം രാജ്യങ്ങളൊക്കെ ഭരിക്കുക എന്നുള്ളതാണ് എർദോഗൻ എക്കാലവും മനസ്സിൽ സൂക്ഷിക്കുന്നത്. എർദോഗനെ അന്നും ഇന്നും എന്നും പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമേ ഉള്ളൂ, പാകിസ്ഥാൻ. കാരണം അവരെ സംബന്ധിച്ച് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എർദോഗൻ വിദേശ സന്ദർശനം നടത്തുന്നുള്ള വാർത്തകൾ വരും. ശ്രദ്ധിക്കാതെ പോലും നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും പാകിസ്ഥാനിലേക്ക് ആയിരിക്കും അല്ലേ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ പോകുന്നത് പാകിസ്ഥാനിലേക്കാണ്. അതുപോലെയാണ് മറ്റൊരു അവതാരമാണ് നമ്മുടെ ഈ മലേഷ്യയിലെ ഭരണാധികാരി. അപ്പോ അവിടെ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഇതിന് മുമ്പിരുന്ന ഭരണാധികാരി ധനുഷിന് ഓർമ്മയുണ്ടാകും. നമ്മള് ഒരു ദിവസം കൊണ്ട് അമ്മാരുടെ പാമോയിൽ എല്ലാം കൂടെ കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞായിരുന്നു. അവിടുന്ന് ഇറക്കുമതി ചെയ്യുന്നതൊക്കെ മലേഷ്യ നേരത്തെ പാമോയിൽ ഇറക്കുമതി ചെയ്തിരുന്നു. സ്ഥാനവും തിരിച്ചു. അയാൾ പോകുന്നതിന് മുമ്പായിരുന്നു ഈ പറയുന്ന സക്കീർ നായിക് അവിടെ എത്തിയത്. അങ്ങനെ താമസിച്ചോണ്ടിരിക്കുകയാണ്. പുതിയ ഭരണാധികാരി വന്നപ്പോൾ ഇന്ത്യ ആയിട്ട് ഭയങ്കര ടൈംസ് ആണ് ഈ പുതിയ ഭരണാധികാരി. അദ്ദേഹത്തെ നമ്മളിവിടെ കൊണ്ടുവരുന്നു, നമ്മൾ വലിയ സ്വീകരണം നൽകുന്നു, കുറെ കരാറുകളൊക്കെ ആയിട്ട് നമ്മൾ ഒപ്പിടുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാമത്തെ ആള് കുറെ മിതവാദിയാണ്, കുറെ പുരോഗമനവാദിയാണ്. പിന്നെ ഈ അങ്ങനെ പാകിസ്ഥാനെ ഒന്നും അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. ഇപ്പൊ ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴത്തേനും സക്കീർ നായിക്കിന് കുരുക്ക് മുറുകി തുടങ്ങി. ഇന്ത്യ നയതന്ത്ര തലത്തിൽ വലിയ നീക്കങ്ങൾ നടത്തുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു തുടങ്ങി. മലേഷ്യ എടുത്ത് നിങ്ങൾ സക്കീർ നായിക്കിന് കൈമാറണം. അപ്പൊ സക്കീർ നായിക്ക് നോക്കുമ്പോൾ മലേഷ്യൻ സർക്കാർ പിടിച്ച് പിന്നെ ഡൽഹിക്ക് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യ എന്തായിരിക്കും ചെയ്യുന്നത്? സക്കീർ നായിക്കിനെ വിചാരണ ചെയ്യും, അകത്ത് കിടത്തും. എന്തായാലും ഒരു കൂടുതൽ തെളിവുകളിലേക്കും കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒന്നുകിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരും, അല്ലെങ്കിൽ തൂക്കുകയറായിരിക്കും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് സക്കീർ നായിക്കിന് നന്നായിട്ട് അറിയാം. അപ്പൊ പുള്ളി വിചാരിച്ചാണ് അതിലും നല്ലത് പാകിസ്ഥാനിൽ പോയി അജ്ഞാതന് വെടിയേറ്റ് മരിക്കുന്നല്ലേ എന്നുള്ളത്. എങ്ങനെയായാലും തട്ടും. അതായത് മറ്റവന്മാർ കൊണ്ടുപോയി അവിടെ ഇട്ട് ജയിലിൽ കിടന്ന് നരയിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ആകുമ്പോൾ ഒരു വെടിക്ക് കാര്യം നടക്കും. പക്ഷെ അതിനകത്ത് അദ്ദേഹം ഇന്നലെ ഈ സക്കീർ നായിക്ക് ഇന്നലെ പാകിസ്ഥാനിൽ എത്തിയിട്ട് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നവാസ് ഷെരീഫിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇനി അവിടെ എന്തെങ്കിലും റോള് വരാൻ സാധ്യതയുള്ളൂ ശ്രീ ഇമ്രാൻഖാൻ മാത്രമേ ഉള്ളൂ. അപ്പോ നവാസ് ഷെരീഫുമായിട്ട് ഇദ്ദേഹം ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. നവാസ് ഷെരീഫിന്റെ മകനാണ് ഇപ്പോഴത്തെ ഉപപ്രധാനമന്ത്രി ആയിട്ട് ഇരിക്കുന്ന. നവാസ് ഷെരീഫിന്റെ മകനും ഉണ്ട്, ബിലാൽ മറ്റേ ഭൂട്ടോയുടെ മകനും ഉണ്ട്. ഇവരെല്ലാം കൂടെ കേറുന്ന ഒരു സഖ്യകക്ഷിയാണല്ലോ ഇപ്പോഴുള്ളത്. ഇമ്രാൻഖാന്റെ പാർട്ടിക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. അപ്പം ഈ നവാസ് ഷെരീഫിനെ കണ്ടിരുന്നു. ഒപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാനിലുള്ള പഞ്ചാബുണ്ട്, പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ. അവിടുത്തെ മുഖ്യമന്ത്രിയെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പൊ ഏറ്റവും വലിയ രസം എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സക്കീർ നായിക്കിന് ആരാധകരും ഒപ്പം തന്നെ വിമർശകരും എതിരാളികളുമുള്ള ഒരു ഇടം കൂടിയാണ് പാകിസ്ഥാൻ. സക്കീർ നായിക്കിനെ കൂടുപാടും തെരുവിളിക്കുന്ന ഒരു സമൂഹവും പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാനില് കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ കേട്ട അവിടുത്തെ ചില ചാനലുകൾ ഒരു ഒപ്പീനിയൻ പോൾ നടത്തിയത് ജനതയുടെ അടുത്ത്. അപ്പൊ പാകിസ്ഥാൻ ജനത പറയുന്ന ഒരു കാര്യം, നമ്മൾ എത്ര ചിറകിനടി സൂക്ഷിച്ചു വെച്ചാലും ദാവൂദിനെയും
ഹാഫിസ് സയ്യിദിനെയൊക്കെ അവന്മാര് തട്ടും. അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഫസ്റ്റ് ചോദ്യം, ഇതിന്റെ പിന്നെ ഈ അജ്ഞാതന്റെ പിന്നിൽ ഇന്ത്യയാണോ? അപ്പൊ അവര് പറയുന്നത് ഇന്ത്യയാണ്, റോയ് ആണെന്നാണ് അവർ കൃത്യമായി പറയുന്നത്. അവിടുത്തെ ജനം, സാധാരണപ്പെട്ട ജനമാണ്, അവിടുത്തെ ജനം ഉം. പറയുന്നത് ഇന്ത്യ റോയ് ആണ് ചെയ്യുന്നത്. അപ്പൊ അവര് പറഞ്ഞ ഈ ഹാഫിസ് സയ്യിദിന്റെ കാര്യം പറയുമ്പോൾ അവര് പറയുന്നത് ദാവൂദും ഹാഫിസ് സയ്യിദും ചെയ്തത് മോശമല്ലേ, അവരുടെ രാജ്യത്ത് ഈ അക്രമമൊക്കെ കാണിച്ചതല്ലേ, അപ്പം ഒരു കാര്യം ചെയ്യുക, അവർക്ക് ഇത് വിട്ടുകൊടുത്താൽ ഈ പ്രശ്നം തീരുമല്ലോ, ഈ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ നല്ല ടേംസിൽ പോകുമല്ലോ, പകരം ഉം. എന്തായാലും അവർ കൊല്ലും, നമ്മൾ എവിടെ സൂക്ഷിച്ചു വെച്ചാലും കൊല്ലും, നമ്മൾ എന്തിനാണ് അവരുടെ ബാധ്യത ഏറ്റെടുക്കുന്നത് എന്നാണ് അവിടുത്തെ സാധാരണ ജനം ചോദിക്കുന്നത്. അതല്ലാതെ മുമ്പായിരുന്നെങ്കിലോ പാക് ജനത, എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയെ നമുക്ക് തടയാൻ കഴിയില്ല, അവർ ലോകത്തെ ഒരു വലിയ ശക്തിയെ ഉം. അമേരിക്കയുടെ മുമ്പിൽ പിച്ചച്ചട്ടിയുമായി പോയി നിൽക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ എന്തിനാണ് ഈ വയ്യാവേലി തലക്കെടുത്ത് വെക്കുന്നത്? ഇവരെ ഇതാണ് ഈ പിന്നെ ഹാഫിസ് സയ്യിദിനെയും ദാവൂദിനെയും സംരക്ഷിക്കുന്നതാണ് ഇന്ത്യക്ക് നമ്മളോട് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. അപ്പം നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞാലും അവർ കൊല്ലും. അതിലും നല്ലത് അവരെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു ടൈപ്പും ആകും, സ്നേഹമാകും, നമുക്ക് വ്യാപാര ബന്ധമൊക്കെ മുമ്പോട്ട് പോകാം, അതല്ലേ നല്ലതെന്ന് അവിടുത്തെ സാധാരണ ജനം ചോദിക്കുന്ന അതെ. തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഇനിയിപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥ പാകിസ്ഥാൻ എന്ന് വെച്ചാല് ഈ ലോകത്തിന്റെ ഒരു സിസ്റ്റം മാറുകയും ഇന്ത്യ ഒരു സൂപ്പർ പവറിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ ചൈന, റഷ്യ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളെല്ലാം കണ്ണടച്ച് നിൽക്കുകയും ഇന്ത്യയോടോ ഉം. ഇല്ലെങ്കിൽ ഇന്ത്യ നോട്ടമിട്ടവർക്ക് പണി കൊടുക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന അജ്ഞാതന്മാരുടെ ഒരു വസന്തകാലം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം അവരങ്ങ് അഴിഞ്ഞാടുകയാണ്, അതെ. ഏത് നിമിഷവും ആരെയും തട്ടാവുന്ന രീതിയിൽ. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഖത്തൽ എന്ന് പറയുന്ന ഈ ഭീകരൻ, ഹാഫിസ് സയ്യിദിന്റെ വലങ്കയായ ഈ ഭീകരൻ ISIയുടെ ഉം. സംരക്ഷണത്തിലായിരുന്നു. പാക് പട്ടാളത്തിന്റെ സുരക്ഷിത കവചത്തിനുള്ളിൽ നിന്നപ്പോഴാണ് തട്ടിയത്. ജയിലിൽ കിടന്ന ഉം. ഒരാളെയാണ് ഒരു 6 മാസം മുമ്പ് തട്ടിയത്, ഭക്ഷണത്തിൽ വിഷം കലർത്തി. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കും. അപ്പം എനിക്ക് തോന്നുന്നു സക്കീർ നായിക്ക് വന്നത് ഇതായിരിക്കും, ഉം. തൂക്കിക്കൊല്ലുന്നതിലും നല്ലത് വെടിയേറ്റ് മരിക്കുന്നതാണല്ലോ. അപ്പൊ അജ്ഞാതന്റെ വെടിയേറ്റ് മരിക്കാമെന്ന് കരുതി വന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്ക് തോന്നുന്നു മലേഷ്യക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ അജ്ഞാതിന് പണി നടത്താൻ പറ്റുന്ന ഇടമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ഏതായാലും ഇന്ത്യ കഴിഞ്ഞ അതെ. 48 മണിക്കൂർ നടത്തിയ നിർണായകമായ നീക്കങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖാലിസ്ഥാൻ സംഘടനകളെ നിരോധിക്കണമെന്നുള്ളതും അപ്പോൾ ഈ പന്നുവിനെ ഉം. വിട്ടുകിട്ടണമെന്നുള്ള ആവശ്യമാണ്. അതിനകത്തിന് ഒരു പോസിറ്റീവായ റെസ്പോൺസ് ആണ് ഈ തുളസി ഗബ്ബാർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ ഒരു ഉം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സക്കീർ നായിക്കിന്റെ വിഷയമാണ്. സക്കീർ നായിക്കിന്റെ വിഷയത്തില് മലേഷ്യ നടപടിയെടുക്കും എന്ന ഏറെക്കുറെ ഉറപ്പായിരിക്കും എന്ന് നമുക്ക് കരുതാം. അപ്പോൾ ഇന്ത്യ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വലിയ സമ്മർദ്ദമാണ് ചെലുത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടുന്ന് ചാടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യം. ഓക്കെ. ഇവിടെ എന്താണ് സംഭവിക്കുക എന്നറിയില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ പാകിസ്ഥാൻ ഇവരെ കൈമാറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം അവരാകെ ഇതായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ. അപ്പോൾ ഒരുപക്ഷെ എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. താങ്ക് യു ബിജേട്ടാ. താങ്ക് യു സോ മച്ച്.